ഗൈസ് എന്താണ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പൊ നമ്മുടെ ഉണ്ടല്ലോ ഇപ്പൊ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് സാധനമുണ്ട് തിരുവനന്തപുരത്തുകാരുടെ ബോളിയും പാലട പായസവും. അപ്പൊ നമ്മളെന്താ പാലക്കാട്ടുകാർക്ക് തിരുവനന്തപുരത്തെ സാധനം എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കാരണം ഇത്രയും തിരുവനന്തപുരത്തുള്ള ആൾക്കാർ ഇത്രയും രുചിച്ച് കഴിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ അർദ്ധരാത്രിക്ക് പോലും ഈ സാധനം കഴിക്കുന്നതാണ് അവിടുത്തെ ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മോൾട്ടി പറഞ്ഞു നമുക്ക് എന്തായാലും അച്ഛൻ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. സാധനം ഭയങ്കര സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ, അപ്പോഴല്ലോ നിങ്ങൾ ആ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അടിക്കുക. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ആദ്യം 1 കപ്പ് കടലപ്പരിപ്പ്, അതായത് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പില്ലേ, അതിനെടുത്തിട്ട് നമുക്ക് എന്തായാലും ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കണം. ഒരു അരമണിക്കൂർ കുതിർന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമുക്കിതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. അതുകൊണ്ടാണ് വെള്ളത്തിലിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ നമുക്ക് കുറച്ച് ചെറിയൊരു പരിപാടിയുണ്ട്. ഇവിടെ നമ്മൾ കടല എടുത്ത പാത്രത്തിൽ തന്നെ 2 കപ്പ് മൈദ എടുക്കണം കേട്ടോ. നമ്മൾ 2 കപ്പ് മൈദ ഇട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു നമ്മൾ ബോളി നമ്മൾ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മഞ്ഞ കളറുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി മതി. അതുപോലെ നിങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ഭാഗത്തിനെടുത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓവർ ലൂസ് ആവാനും പാടില്ല, ഓവർ ടൈറ്റ് ആവാനും പാടില്ല. ഇതൊന്നും എന്തായാലും ഒന്ന് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ മാവ് ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഉണ്ടല്ലോ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വടത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒഴിച്ച് വയ്ക്കണം. ഇതിൽ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ അറിയോ, എള്ളെണ്ണയാണ് കേട്ടോ. ഇത് പ്രസ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഡിപ്പ് ചെയ്ത് വെക്കണം മേലെ മുഴുവൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എള്ളെണ്ണയാണ് കേട്ടോ. എള്ളെണ്ണ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. ഇത് സീസം ഓയിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. എണ്ണ ഇതിൻ്റെ മേലെ ഇങ്ങനെ കെട്ടി കിടക്കണം. മേൽഭാഗത്ത് എണ്ണ ഇങ്ങനെ ഡിപ്പായിരിക്കണം. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഉണ്ടല്ലോ എണ്ണ ഇങ്ങനെ മേലെ ഇങ്ങനെ ഡിപ്പായിരിക്കണം. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് ഇത് റെസ്റ്റിലിരിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമാണ് നമുക്ക് ബോളി ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പരിപാടി കഴിഞ്ഞു. ഇനി വേറെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോളിക്ക് ഉണ്ടാക്കാനുള്ള പായസമാണ്. അത് നമ്മൾ ഉണ്ടാക്കാം. നമ്മൾ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അടപ്രഥമൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണും. നമ്മളിപ്പോൾ അതിപ്പോൾ കാണിക്കുന്നില്ല. ഞങ്ങൾ അപ്പോഴേക്കും ഇതൊന്ന് 20 മിനിറ്റ് റെസ്റ്റ് ആകുമ്പോഴേക്കും പായസം ഉണ്ടാക്കണം. നേരത്തെ പരിപ്പ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അത് കഴുകി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ അറിയോ, നമ്മൾ കുതിർക്കാൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. കടല ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മളിവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിനായിട്ട് കറന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, ഇത് നമുക്ക് ബാക്കി വരും. അപ്പോൾ നമ്മുടെ പരിപ്പുണ്ടല്ലോ തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഊറ്റി വെക്കണം. ഓവർ ഉടയേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ വെള്ളം കളഞ്ഞിട്ടുണ്ടല്ലോ നമുക്കിതൊന്ന് ഇങ്ങനെ അരിപ്പ് വെച്ചൊന്ന് ഊറ്റിയെടുക്കണം. ഇത് ഊറ്റിയിട്ടുണ്ടല്ലോ ഇതിനൊരു നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റിന് വെക്കണം. റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിച്ചിട്ടുണ്ടല്ലോ, പരിപ്പിലെ വെള്ളം പോകാൻ വേണ്ടി നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത് ഒരു 15-20 മിനിറ്റ് വെക്കണം. എങ്കിൽ മാത്രമേ ഫുള്ളായിട്ട് വെള്ളം പോകണം. വെള്ളം പോയിട്ടേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ വെള്ളം നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ വെറും വെള്ളം ഇല്ലാതെ കേട്ടോ, വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ ഇതിനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലയുണ്ടല്ലോ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പാത്രത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മളിവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ പൊടിച്ചെടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വേണമെങ്കിൽ കൂടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിതിൻ്റെ ഒരു 75% എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് അത്രയും മധുരം വേണ്ട. നമ്മളൊരു അര ടീസ്പൂണ് നമ്മുടെ ഏലക്കായ് പൊടിച്ചതാണ്, അതോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പഞ്ചസാരയും നമ്മുടെ ഈ കടലയും കൂടി ഉണ്ടല്ലോ
നന്നായിട്ട് ഉരുകിയിട്ട് ഈ കടല നമ്മൾ അരച്ചതും കൂടെ മിക്സായി കിട്ടും. അപ്പോൾ ഒരു ചെറിയൊരു ടൈറ്റ് പരുവത്തിൽ കിട്ടും. അപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ കടലമാവും നെയ്യും പഞ്ചസാരയും നമ്മുടെ ഏലക്കായും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് നമുക്കൊരു 2 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബോളി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. നമ്മൾ നേരത്തെ മാവുണ്ടല്ലോ, ഇതുണ്ടാവും ഈ സ്മൂത്ത് കിട്ടണം, ഇതുണ്ടാവും കറക്റ്റായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ അതിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുണ്ടല്ലോ നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ബോള് പിടിച്ചെടുക്കുക. ഒരു ചെറിയൊരു ബോള് നമ്മളെടുക്കുന്ന നമ്മുടെ നേരത്തെ കടലമാവ് വെച്ചിട്ടില്ലേ, ആ ബോളിൻ്റെ 2/1 സൈസ് മതി കേട്ടോ ഈ ബോള്. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. കാരണം നമ്മളിത് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് നമ്മൾ ചപ്പാത്തി പരത്തണ ഇതുകൊണ്ട് നമുക്ക് വലുതാക്കാൻ പറ്റില്ല, കോലോട്ട് പറ്റില്ല. നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് വടത്തി നന്നായിട്ട് നമ്മൾ കയ്യിൽ ഇത്തിരി എണ്ണ ആക്കിയിട്ട് ഇങ്ങനെ വടത്തി കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ വടന്ന് വരും. ഓക്കെ, അതിന് ശേഷം ഇതിലോട്ട് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുള്ള കടലയുടെ മാവ് അങ്ങനെ ഒരു ഉരുള പിടിക്കുക. ഓക്കെ, ഒരു ഉരുള പിടിച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ ലഡുവിന് പിടിക്കുന്ന പോലെ ഒരു ഉരുള പിടിച്ചാൽ എന്നിട്ട് ഇതിലോട്ട് വെക്കുക. എന്നിട്ട് 4 സൈഡിൽ നിന്നും നന്നായിട്ട് ഇതിനെ മൂടി ഒരു ബോള് പോലെ, നമ്മൾ ചപ്പാത്തിയുടെ ബോളില്ലേ അതുപോലെ കറക്റ്റായിട്ട് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ബോള് പിടിച്ച് മാറ്റി വയ്ക്കുക. ഇതുപോലെ നമ്മൾ എല്ലാ ബോളും റെഡിയാക്കണം. നമ്മൾ എന്തായാലും ഒരു 3-4 ബോള് റെഡിയാക്കട്ടെ. അപ്പോൾ നമ്മൾ ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഉരുണ്ട പിടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പരത്താൻ വേണ്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾ വേറെ ഏത് മാവും ഉപയോഗിക്കരുത്. ഇത് അരിപ്പൊടിയാണ്, അരിപ്പൊടീൻ്റെ മാവ് മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടെടുക്കുക. അങ്ങനെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ആദ്യം. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മളൊരു ചപ്പാത്തി കനം, ഒരു മീഡിയം ചപ്പാത്തി കനത്തിൽ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പരത്തി റൗണ്ടായോ അൻറ്റാറ്റിക്കായോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കല്ല് ചൂടായിട്ടുണ്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് പത്തിരി ചൂടുന്ന പോലെ ഇവിടെ ചുട്ടെടുക്കുക. നമ്മൾ പത്തിരി ചുടത്തില്ലേ, പത്തിരി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കണം കേട്ടോ. ഓവർ ഇതാക്കണമെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് നെയ്യൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ നെയ്യ് ഇടുന്നില്ല ഓവറായിട്ട്, കാരണം നമ്മൾ ഓൾറെഡി കടലയിലൊക്കെ നെയ്യ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബോളി ഉണ്ടല്ലോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ ബോളിയും ജസ്റ്റ് ചുട്ടെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ബോളി ഇങ്ങനെ റെഡി ആയി വന്നുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം നിങ്ങൾ കടലമാവ് ഉണ്ടല്ലോ അതിൽ തരി വെച്ചിട്ട് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരത്തുമ്പോഴൊക്കെ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കടലമാവൊക്കെ നല്ല സ്മൂത്തായിട്ട് പൗഡർ പോലെ അരച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കണ്ടില്ലേ കറക്റ്റായിട്ട് നമുക്ക് ആ പത്തിരി പോലെ റെഡിയായി കിട്ടുന്നത്. ഓക്കെ, സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ഇത് പരത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ ബോളി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ കല്ലൊന്ന് നന്നായി തുടച്ചു കൊടുക്കണം. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി അങ്ങനെ കരിഞ്ഞിട്ട് നമ്മൾ ബോളീൻ്റെ മേലേക്ക് കരി പിടിച്ച പോലെ. ഇപ്പോൾ നമ്മൾ എല്ലാ ബോളിയും കറക്റ്റായി കിട്ടുന്നുണ്ട്, കാരണം നമ്മളൊക്കെ തുടച്ച് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ്. ഇതാ നമ്മുടെ പൊള്ളി ചേർന്നുണ്ടോ, അടിപൊളി കണ്ടോ. നമ്മൾ ബോൾ പിടിച്ചിട്ടുണ്ടല്ലോ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ പൊള്ളം പോലെ വരും. ഇതുണ്ടോ മതി ഗൈസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ബോളി പായസം ഒഴിച്ചിട്ടാണ് ഇത്ര കഴിച്ചു നോക്കേണ്ടത്. ബോൾട്ടി കുറേ നേരമായി പിടിച്ചിരിക്കുന്നത്. ബോളി ഇതിൽ ഒഴിക്കട്ടെ, ഒഴിക്കണം. ഇത് ഒഴിച്ചിട്ട് വേണം ടേസ്റ്റ് നോക്കണമെങ്കിൽ. എന്താ ക്യാമറമാൻ ഒന്ന് പിടിച്ചേ. ഞങ്ങളിത് ബോളിയും ഇതിങ്ങനെ പൊട്ടിക്കും ബോൾട്ടി. എന്നിട്ട് ഈ പായസം ഇങ്ങനെ മുക്കിയിട്ടുണ്ടല്ലോ, ഇത് നോക്ക്
ഇത് ഇങ്ങനെ പായസം ഒന്ന് മുക്കിയിട്ട് ഓക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ പായസം എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാം. സൂപ്പർ. എന്റെ പൊന്നോ, ഞാൻ ആദ്യമായിട്ടോ കഴിക്കണത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. എന്തായാലും റെസിപ്പി കണ്ടപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. സാധനം കേട്ടോ, വെറുതെ അല്ല ഇവർ ഈ രാത്രി 12 മണിക്കിറക്കി ഇത് കഴിക്കുന്നു പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അടിച്ച് തീർക്കട്ടെ. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും. ഇല്ലേ മോൾട്ടി? ഇങ്ങനെയുണ്ട്, സൂപ്പർ ആയിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ മറക്കാതെ റെസിപ്പി ട്രൈ ചെയ്യുക. അത് മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം മറക്കരുത്. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. പിന്നെ എന്താ ചെയ്യണം? ബെല്ലടിക്കണം. ഓക്കെ ഗൈസ്, ബൈ ബൈ. നീ ബൈ ബൈ പറഞ്ഞോണ്ടിരുന്നോ, ഞാൻ ഇത് കഴിക്കട്ടെ. ബൈ. ഓക്കെ ബൈ 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 ബൈ. സീ യു ടുമോറോ. ഓക്കെ.